എല്ലാവർക്കും ക്രോസ് മീഡിയ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ എന്താണ് ചെയ്തിട്ടുള്ളത്, അവരെന്ത് പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന സംഘപരിവാറുകാർ മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതങ്ങനെ മാന്യമായ നിലയിലല്ല അവർ ചോദിക്കാറ്, വളരെ മോശമായ ഭാഷാ പ്രയോഗങ്ങളിലൂടെയാണ് അവർ ചോദിക്കാറ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യൻ മിഷണറിമാരായിക്കോട്ടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഇവിടുത്തെ നരബലി പോലുള്ള, സതി പോലുള്ള, അടിമക്കച്ചവടം പോലുള്ള ആധാർമിക പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമാണ്. സംഘപരിവാറുകാരോടായിട്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കാലത്ത് ബ്രിട്ടനിൽ നിന്നിറങ്ങുന്ന മിഷണറി ജേണലുകളിൽ ഈ സതിയെ പറ്റിയും നരബലിയെ പറ്റിയും അടിമക്കച്ചവടത്തെ പറ്റിയും പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. CMS മിഷണറിമാര് അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയ ബ്രിട്ടീഷ് ജേണലുകളാണ് ഈ സതിയുടെയും നരബലിയുടെയും അടിമക്കച്ചവടത്തിന്റെയും വലിയൊരു ചിത്രം, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള വലിയൊരു ചിത്രം ലോകത്തിന് മുമ്പിൽ എത്തിച്ചത്. അത് നമ്മൾ മറന്നുകൂടാ. എന്ന് മാത്രമല്ല, ജെയിംസ് പെഗ്ഗിനെ പോലുള്ള ബാപ്റ്റിസ്റ്റ് മിഷണറിമാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ, അവർ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അത് ബ്രിട്ടീഷ് പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടതിൻ്റെയൊക്കെ റിസൾട്ടായിരുന്നു 1843 ഇവിടെ ഉണ്ടായ അടിമക്കച്ചവട നിരോധന നിയമം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു, ഇവിടെ സതി ഉണ്ടായിരുന്നു, ഇവിടെ നരബലി ഉണ്ടായിരുന്നു. സതി പോലുള്ള ദുരാചാരങ്ങളെ നിർത്തലാക്കിയതും നരബലി പോലുള്ള കിരാത പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ കാരണമായതും അടിമക്കച്ചവടം നിയമം മൂലം നിർത്തലാക്കിയതും ക്രിസ്ത്യൻ മിഷണറിമാരുടെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ഇടപെടലുകളായിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നതെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അങ്ങനെയല്ല, അതിനൊരു മറുവശം കൂടിയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർ കൊള്ളയടിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്, എന്നാൽ അതിനൊരു മറുവശം കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ കൂടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ബ്രിട്ടീഷ് മിഷണറിമാരെ എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ, വിദേശത്തുനിന്ന് വന്ന ക്രിസ്ത്യൻ മിഷണറിമാരെ എല്ലായ്പ്പോഴും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ചേർത്ത് പറയുന്ന നിങ്ങളുടെ ആ ശീലം അത് നിർത്തേണ്ടതാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ദുരാചാരങ്ങളെ നിർത്തലാക്കുവാൻ, ഇവിടെ ഉണ്ടായിരുന്ന അടിമക്കച്ചവടത്തെ നിർത്തലാക്കുവാൻ അവർ വലിയ തോതിൽ വലിയ പ്രയത്നം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ട്